പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അപ്പോൾ അറിയാമല്ലോ, കളി തമാശയിലേക്ക് കടക്കുകയാണ്. കളിക്കാണെങ്കിലും തമാശക്കാണെങ്കിലും ഒരു കാരണമുണ്ട്. ഗേറ്റിന് ഇവിടെ വാതിൽക്കടുത്ത് നിൽക്കുന്ന എല്ലാവരും ദയവായി ഈ ഹാളിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് ജന്മമെടുത്തിട്ട് 131 വയസ്സ് പൂർത്തിയാക്കുകയാണ്. അതാണ് വിശേഷം. അതിനോടനുബന്ധിച്ച കലാപരിപാടികളാണ് ഇനി അരങ്ങേറാൻ പോകുന്നത്. वंदे मातरम शुरू करेंगे. वंदे मातरम. सलाम तो कैसे है रजत गीत शुरू करेंगे. तिरंगा प्यारा झंडा ऊंचा रे हमारा सादा शक्ति सरसाने वाला प्रेम सुधा बरसाने वाला वीरों को बरसाने वाला विश्व. बोलो भारत माता की जय. बोलो भारत माता की जय. बोलो भारत माता की जय. इंडियन नेशनल कांग्रेस की जय. इंडियन नेशनल कांग्रेस की जय. इंडियन नेशनल कांग्रेस की जय. महात्मा गांधी की जय. महात्मा गांधी की जय. महात्मा गांधी की जय. അറിഞ്ഞില്ലെന്ന് വേണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്രസ്ഥാനം. ബ്രാക്കറ്റിൽ ഐ എന്നൊക്കെ കാണുമെങ്കിലും അതൊന്നും കണക്കിലെടുക്കണ്ട. സംഗതി 131 വർഷം പഴക്കമുള്ള പഴയ കോൺഗ്രസ് തന്നെയാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് സമാനമായി മറ്റൊരു പ്രസ്ഥാനത്തെ ലോകത്തൊരിടത്തും ചൂണ്ടിക്കാണിക്കാൻ ആർക്കുമാകില്ല. സമാനതകളില്ലാത്ത പ്രസ്ഥാനമാണ് നമ്മുടേത്. സുധീരനാണേ സത്യം. സമാനതകളില്ലാത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരം കോൺഗ്രസിനെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമാണ്. ജനങ്ങൾ ഏകകണ്ഠമായി ആ മുദ്രാവാക്യം വിളിക്കുന്ന നാളുകൾ അനധിവിദൂരമായ ഭാവിയിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യം ജനങ്ങൾ ആ വഴിക്ക് ചിന്തിച്ചു വരികയാണ്. അക്രമത്തിനെതിരാണ്, വികസനത്തിന്, രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, ജനനന്മയ്ക്ക് തടസ്സം അക്രമമാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തെ അഹിംസയിൽ അധിഷ്ഠിതമായ മുന്നേറ്റമാക്കി മാറ്റിയത്. ചൗരി ചൗരയിൽ അക്രമത്തിലേക്ക് വഴുതി വീണപ്പോൾ സമരം തന്നെ നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അക്രമരഹിതമായ മാർഗമാണ് കോൺഗ്രസിൻ്റെ. അക്രമരഹിതമായ മാർഗമാണ് രാജ്യത്തിന് അഭികാമ്യമായിട്ടുള്ളത്.
വണ്ടിയുടെ കാറ്റുകൂടി വിടണം. ഇയാളുള്ള പാർട്ടിക്കകത്ത് പെണ്ണുങ്ങൾക്കും പെൺപിള്ളേർക്കും കേറാൻ പേടിയാ. അതാ പെണ്ണുങ്ങളുടെയും പെൺപിള്ളേരുടെയും എണ്ണം കുറയുന്നത് ഈ പാർട്ടിയിൽ. കോൺഗ്രസ് പ്രവർത്തകരോട്, കൊല്ലത്തെ കോൺഗ്രസ് പ്രവർത്തകരോട് പൊളിമിക്സിനുള്ള അകൈതവമായ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെ പണ്ടത്തേതുപോലെ ഒന്ന് കാറിൽ നിന്ന് പിടിച്ചിറക്കി മുണ്ടഴിക്കണം എന്ന് ഇന്നലെ അവരോട് പറഞ്ഞതേയുള്ളൂ. നേരം വെളുത്തപ്പോൾ അവരത് നടപ്പാക്കി. നല്ല കുട്ടികൾ, ചുണക്കുട്ടികൾ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, നിങ്ങൾ കണ്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ആ പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യസമിതിയിലെ അംഗമായ ഈ നാട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പടുത്തുയർത്തുന്നതിന് അഹോരാത്രം പണിയെടുത്ത ഈ പാർട്ടിയുടെ ഏറ്റവും മികച്ച KPCC പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരൻ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവിനെ ആക്ഷേപിച്ചവരെ ഈ പാർട്ടി ഓഫീസിൽ വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ യുവജനങ്ങൾ, ഞങ്ങൾ വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കളങ്കം വരുത്തുന്ന തരത്തിൽ, ഈ നാട്ടിലെ കോൺഗ്രസിന് അപമാനമായ തരത്തിൽ നാട് നീളെ നടന്ന് വ്യഭിചരിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെ ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് വരെ യുവാക്കളുടെ പ്രതിഷേധം ആളിക്കത്തുക തന്നെ ചെയ്യും. ജയ് കെ മുരളീധരൻ. കാലാൾപ്പട പിൻവാങ്ങിയതിനാൽ തൽക്കാലം ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആത്മകഥയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന ഈ രാഷ്ട്രീയ ഹഠയോഗിക്ക് രണ്ടവസ്ഥകളുണ്ട്: കൊടുക്കുന്ന അവസ്ഥയും വാങ്ങുന്ന അവസ്ഥയും. കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയുടെയും കുടുംബത്തെയും അപമാനിച്ചപ്പോൾ എല്ലാം മൃണ്ടാപ്രാണികളായിരുന്നു ഈ കോൺഗ്രസ് പാർട്ടിയിൽ. ഒരെണ്ണം വാ തുറന്നില്ല. എല്ലാം. അന്ന് കോടിയേരി ബാലകൃഷ്ണനെതിരെ കാസർഗോട്ട്, കാഞ്ഞങ്ങാട്ട് പത്രസമ്മേളനം നടത്തി എണ്ണി കോടിയേരിയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് രാത്രി വെളുപ്പ് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ട്രെയിനിൽ തിരുവനന്തപുരത്ത് വരുന്നത്. തിരുവനന്തപുരത്ത് അരമണിക്കൂർ എന്നെ അന്തരീക്ഷത്തിലിട്ട് പെരുമാറി മാർസിസ്റ്റുകാർ റെയിൽവേ സ്റ്റേഷനിൽ. മനസ്സിലായല്ലോ, എൻ്റെ ശരീരത്ത് ഒരു ഭാഗമില്ല അവരടിച്ചിളക്കാൻ മാർസിസ്റ്റുകാർ. ഉണ്ണിത്താൻ നാവ് കൊണ്ട് കൊടുക്കും. അത് കൊള്ളുന്നവർ കൈകൊണ്ടും കാലുകൊണ്ടും തിരിച്ചു കൊടുക്കും. അത് പുതിയ കാര്യമൊന്നുമല്ല. രാജ്മോഹൻ ഉണ്ണിത്താനെ കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അപമാനവും കേരളത്തിൽ വന്നിട്ടില്ല, അഭിമാനമല്ലാതെ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം സോളാർ കേസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ സോളാർ കേസിൽ പ്രതിയല്ല, ഞാൻ സോളാർ കമ്മീഷനിൽ സാക്ഷിയായി പോലും പോകുന്നില്ല, എല്ലാവർക്കും അറിയാം. ആരാണ് സോളാർ കമ്മീഷനിൽ പോയി 10-14 മണിക്കൂർ ചോദ്യം ചെയ്യലിനായി ഇരുന്നു കൊടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം, പൊളിമിക്സിനും അറിയാം. ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി അന്ന് ആ കേസിൽ പെട്ടപ്പോൾ അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞ് ചാടി വീണതും ഈ ഉണ്ണിത്താനാണ്. ഉമ്മൻചാണ്ടിയെ എൻ്റെ നേതാവായിട്ട് കണ്ട അന്ന് ഞാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഘോരം ചാനൽ പ്രസംഗിക്കുമ്പോൾ ഐക്കാർ പറഞ്ഞു ഉണ്ണിത്താൻ എ ഗ്രൂപ്പാണ്. അന്ന് ഞാൻ എ ഗ്രൂപ്പിൽ പോയിട്ടില്ല, ഇന്ന് ഞാൻ ഐ ഗ്രൂപ്പിലും പോയിട്ടില്ല. അന്നും ഇന്നും കോൺഗ്രസിനകത്ത് വക്താവിൻ്റെ പദവിയിലിരുന്നു കൊണ്ട് സ്വതന്ത്രമായി, നിഷ്പക്ഷമായി, നീതിപൂർവമായി എല്ലാ സംഭവവികാസങ്ങളിലും കോൺഗ്രസിന് പിന്തുണ കൊടുത്ത് നേതാക്കന്മാരെ സംരക്ഷിച്ച ആളാണ്. അദ്ദേഹം പാർട്ടിയുടെ വക്താവായി സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ക്ഷീണം ഉണ്ടാവുമായിരുന്നില്ല.
പാവം ഉണ്ണിത്താൻ. എ ഗ്രൂപ്പുകാർക്ക് വേണ്ടിയാണ് അന്ന് അതൊക്കെ അലക്കി വെളുപ്പിച്ചു കൊടുത്തത്. എന്നിട്ടിപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ മാനേജർ പറയുന്നത് കേട്ടോ. അന്നും ഈ വിഴുപ്പ് ഞാൻ ചുമന്നു, മുഖ്യമന്ത്രിക്ക് വേണ്ടി, മന്ത്രിമാർക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി. ആലോചിക്കണം. അപ്പോൾ സോളാർ കേസിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് രാജ്മോഹൻ ഉണ്ണിത്താനാണോ? ഞാനതിൽ സാക്ഷിയുമല്ല, ഞാനതിൽ പ്രതിയുമല്ല, ഞാൻ അവർക്ക് കാശ് കൊടുത്തിട്ടുമില്ല, ഞാൻ പോയിട്ടുമില്ല. മനസ്സിലായിക്കണം. ആരാണ് കോൺഗ്രസിനകത്ത് സദാചാര വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്? ആരാണ് കോൺഗ്രസിൻ്റെ പേര് പൊതുജന മധ്യത്തിൽ മോശമായി ചിത്രീകരിക്കാൻ ഇട നൽകിയത്? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇതിനകത്ത് കാണാം രാജ്മോഹൻ ഉണ്ണിത്താനുണ്ടോ? ഇവരെ എല്ലാം ഞാനല്ലേ ചാനൽ പോയിരുന്നു സംരക്ഷിച്ചത്. എന്നിട്ട് താഴെ വീണു പോയില്ലേ? ഉണ്ണിത്താൻ താങ്ങിയിട്ടും സർക്കാർ താഴെ വീണു പോയ സ്ഥിതിക്ക് ആ താങ്ങലിന് ബലം കുറഞ്ഞു പോയതല്ലേ വിചാരിക്കേണ്ടത്? എന്തൊക്കെ പറഞ്ഞാലും ഈ കോൺഗ്രസിൽ അവശേഷിക്കുന്ന ഏക ഗാന്ധിയൻ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഈ കെ മുരളീധരനൊക്കെ ഗാന്ധി ആവാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് തുറന്നു പറഞ്ഞയാളാണ്. നമുക്കൊക്കെ അത്യാവശ്യം പാർലമെന്റ് വ്യാമോഹമൊക്കെ ഉണ്ട്, ഇല്ലാന്നും പറഞ്ഞു. ഇതിനപ്പോൾ മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ പിന്നെ ഗാന്ധിജിയായി പോകണം. അതിനിപ്പോൾ നമുക്കാർക്കും അതിൻ്റെ കപ്പാസിറ്റി ഇല്ല. എന്നാൽ അങ്ങനെയുള്ളവർ അറിഞ്ഞോളുക, ബ്രഹ്മചര്യ പരീക്ഷണം പോലും കഴിഞ്ഞു വന്ന മഹാനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അന്ന് 2009 ധനുമാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ഞാൻ ശബരിമലയിൽ പോകുന്നു. എന്നോടൊപ്പം മുരളീധരൻ അവിടെ ഉണ്ട്, എൻ്റെ മക്കളുണ്ട്, മുരളിയുടെ മക്കളുണ്ട്. ഞങ്ങൾ ശബരിമല ദർശനം കഴിഞ്ഞ് ഞാനും മുരളിയും ഒരുമിച്ചാണ് ശബരിമലയിൽ നിന്ന് ഇറങ്ങുന്നത്. ശബരിമലയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ട് ഞാൻ ക്രിസ്മസ് വെക്കേഷന് എൻ്റെ മകൻ്റെ ഫീസ് അടച്ച് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ബാംഗ്ലൂരേക്ക് പോവുകയാണ്. എൻ്റെ വാഹനത്തിൽ ഒരു പെൺകുട്ടിയും അവരുടെ മകളുമുണ്ട്. മകളും അമ്മയും തമ്മിൽ മഞ്ചേരിക്ക് പോകാനാണ്. ഞാൻ കൊട്ടാരക്കര അമ്പലത്തിൽ ഗണപതി ദർശനം ശബരിമലയിൽ പോയിട്ട് വന്ന ഒരാളിൻ്റെ ശാരീരിക സ്ഥിതി കോമൺ സെൻസുള്ള ആർക്കും ആലോചിക്കാം. മുരളി ദൃക്സാക്ഷിയാണ് ശബരിമലയിൽ. അപ്പോൾ വന്നിറങ്ങി അടുത്ത ദിവസം ബാംഗ്ലൂർ പോവാം. ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ അമ്മ, അച്ഛൻ, സഹോദരങ്ങളാണ് ആ പെൺകുട്ടിയെ മകളെ എൻ്റെ വണ്ടി കയറ്റുന്നത്. അവർ ജീവിച്ചിരിപ്പുണ്ട്. പെൺകുട്ടിയുടെ പേര് ഞാൻ തരാം, ഫോൺ നമ്പർ തരാം, അച്ഛൻ്റെ നമ്പർ തരാം, അമ്മയുടെ നമ്പർ തരാം, അവരെ വീട് പറഞ്ഞു തരാം. കേരളത്തിലെ ചാനലുകാർക്കെല്ലാം അവിടെ പോകാം, അവരെ കാണാം, അവരോട് ചോദിക്കാം. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാഹനത്തിൽ ആ പെൺകുട്ടിയെ കയറ്റി വിട്ടത് അവരുടെ അച്ഛനും അമ്മയും കുടുംബവും അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ പൊതുപ്രവർത്തനം നടത്തിയില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന ഓരോന്നിനും തെളിവുകൾ. 2, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പിണറായി വിജയനെതിരെ ഞാൻ നടത്തിയ ഒരു പ്രസംഗം വിവാദമായ പശ്ചാത്തലത്തിലാണ് ഞാൻ പോകുന്ന സമയം. അന്ന് ഇന്ത്യ വിഷൻ ചാനലാണ് നികേഷ്. എൻ്റെ പ്രസംഗത്തിന് വേറൊരു മുഖം, ഒരു വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തു. അതൊക്കെ എല്ലാ ചാനലുകളുമുണ്ട്. അതിൽ പ്രകോപിതനായി ശ്രീ പിണറായി വിജയൻ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ അന്ന് പൊളിറ്റിക്കൽ സറ്റയർ ഇന്ത്യ വിഷൻ നടത്തിയതിനകത്ത് ഈ പരിപാടി പല ആവർത്തിച്ച് കാണിച്ച് ഒരു പരുവാക്കി. അതിനെ തുടർന്ന് എന്നോട് രാഷ്ട്രീയ ശത്രു നിൽക്കുമ്പോഴാണ് ഈ സംഭവം മഞ്ചേരിയിലുണ്ടാകുന്നത്. 6:30 മണിക്ക് ആ സംഭവം. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും DYFഐയുടെയും കുറേ പ്രവർത്തകർ, ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കുറേ സദാചാര പ്രവർത്തകർ, അവരാ ഞങ്ങളെ തടഞ്ഞത്. മാർക്സിസ്റ്റുകാർ, DYFഐക്കാർ തടയുന്നു. എന്തിനാ തടയുന്നേ? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണിനും എവിടെയും പോകാം, സഞ്ചരിക്കാം, ഒരു മുറിയിൽ താമസിക്കാം. ആർക്കാ ചോദ്യം ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയൊക്കെ തൻ്റെ സത്യാന്വേഷണ പരീക്ഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ചെയ്തു നോക്കിയ കാര്യം മഹാത്മജിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ചേരിയിൽ എന്നെ തടഞ്ഞ് വളഞ്ഞു വെച്ചു. ഞാനാണ് പോലീസിനെ വിളിച്ചത്, ഞാനാണ് ചാനലിനെ വിളിച്ചത്, എല്ലാ ചാനലിനെയും ഞാനാണ് വിളിച്ചത്. വരട്ടെ, ചാനൽ വരട്ടെ, പോലീസ് വരട്ടെ, ഞാനെന്തിനാണ് പേടിക്കുന്നത്? പക്ഷെ വന്നു കഴിഞ്ഞു വാദിപ്രതിയായി. പക്ഷെ ഞാൻ അപ്പം തന്നെ അവരോട് പറഞ്ഞു, പോലീസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടുപോയി മെഡിക്കൽ ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. മെഡിക്കൽ ടെസ്റ്റ് നടത്തി. മെഡിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഉണ്ട്. ആ പെൺകുട്ടിയുടെ ശരീരത്തെ ഞാൻ തൊട്ടിട്ടില്ല. മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഇമ്മോറൽ ട്രാഫിക്കിന് കേസെടുത്തു. കോടതി വന്നു, എന്നെ ഹാജരാക്കി പിറ്റേന്ന് പെൺകുട്ടിയായിട്ട്. കോടതിയിലെ ജഡ്ജി ചോദിച്ചു, വാട്ട് യു മെൻ ബൈ ഇമ്മോറൽ ട്രാഫിക്? You have registered a case against a public worker and you have produced a certificate, nothing was happened.
സോ വാട്ട് യു മീൻ ബൈ ഇമ്മോറൽ ട്രാഫിക്? ഈ കേസ് നിലനിൽക്കുന്നതല്ല. എനിക്ക് ആ നിമിഷം ജാമ്യം തന്നു, അതോടുകൂടി തന്നെ അവർ എൻ്റെ രാഷ്ട്രീയ പ്രതിയോൾ തകർന്നു. ആ കേസ് ഹൈക്കോടതിയിൽ വന്നു, ഹൈക്കോടതി ആ കേസ് കോഷ് ചെയ്ത് കളഞ്ഞു. കോടതി തള്ളിക്കളഞ്ഞ ഈ കേസിൽ ഇനിയൊരു സ്കോപ്പുമില്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഏതായാലും മുരളീധരൻ്റെ ഇടപെടലിന് കാര്യമുണ്ടായില്ല എന്ന് പറയാനാവില്ല. അതുകൊണ്ട് ഒരു പ്രശ്നം പരിഹരിച്ചു കിട്ടി. ഇപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തന്നെ കാണാം, റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അവരുടെ ലിസ്റ്റ് റദ്ദാവാൻ പോകുന്നു. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പരമാവധി ആളുകളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്താണ്. ഈ സർക്കാർ വന്നതിന് ശേഷം ആരും എടുത്തില്ല എന്ന് മാത്രമല്ല, റാങ്ക് ലിസ്റ്റ് നീട്ടാൻ പോലും തയ്യാറാവുന്നില്ല. കുട്ടികളെല്ലാവരും സമരത്തിലാണ്, ഭരണകക്ഷിയിലെ ഘടകകക്ഷികൾ പോലും സമരത്തിലാണ്. കോൺഗ്രസ് ഇടപെട്ട് കളയുമോ എന്ന് പേടിച്ച് സമരം ചെയ്തിരുന്ന ചെറുപ്പക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ മരത്തിലേക്ക് കയറി. കോൺഗ്രസിന് ഇരയാവുന്നതിലും ഭേദം ആത്മഹത്യയാണെന്ന് ആർക്കും തോന്നിപ്പോകും. വേടന്റെ വലയുമായി പറന്നുകളഞ്ഞ പക്ഷിക്കൂട്ടത്തിൻ്റെ കഥ ഓർമ്മയില്ലേ? അതാണ് പിന്നെ കണ്ടത്. ഫയർഫോഴ്സിൻ്റെ വലയുമായി സമരക്കാരങ്ങ് പോയി. ആ ജീവൻ മരണ നാടകത്തിനൊടുവിൽ റാങ്ക് ലിസ്റ്റുകൾ 6 മാസത്തേക്ക് നീട്ടാൻ സർക്കാർ തീരുമാനിച്ചു. മുരളീധരൻ്റെ ഇടപെടൽ ഗുണം കണ്ടു എന്ന് ചുരുക്കം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കോൺഗ്രസിലേതുപോലെ തന്നെയാണ് കേട്ടോ CPM-ലും. അവിടെ കൊലക്കേസിൽ പ്രതിയായ MM മണിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് VS ഒരു കത്ത് കൊടുത്തുവത്രേ. എന്നാൽ VS അച്യുതാനന്ദനും ആ കേസിൽ പ്രതിയാണെന്ന് മണിയാശാൻ ഒരു കുത്തു കൊടുത്തുവത്രേ. അങ്ങനൊന്നും എനിക്ക് അഭിപ്രായമില്ല. VS ആ അഞ്ചേരി വേവിക്കാത്ത കേസിൽ ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും പങ്കുവഹിച്ചു എന്ന അഭിപ്രായം MM മണി എന്ന് പറയുന്ന എനിക്കില്ല. എന്നിട്ടും മണിയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് VS-ന് അഭിപ്രായമുണ്ട് എന്നാണല്ലോ കേട്ടുകേൾവി.
അതൊക്കെ പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞിട്ടില്ലേ? ഞാൻ വീണ്ടും വീണ്ടും എന്തിന് ഇതൊക്കെ പറയണം? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ പറയുന്നതിലല്ലല്ലോ കാര്യം, ഞങ്ങളുടെ പാർട്ടി നേതൃത്വം പറയുന്നതല്ലല്ലോ കാര്യം. ഇവിടെ സംബന്ധിച്ച് ഞങ്ങളുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹം അസന്നിഗ്ധമായി അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം പിന്നെ ഇനി ഞാൻ കയറി പറയേണ്ട യാതൊരു വിഷയവുമില്ല. നിങ്ങൾ അദ്ദേഹത്തെ തന്നെ കണ്ടോളൂ. എനിക്കറിയില്ല എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങൾ നമ്മളെ ശല്യം ചെയ്യാതെ ഒന്ന് മനുഷ്യനെ ഒന്ന് ജീവിക്കാൻ അനുവദിച്ചാൽ മതി. പാവം, കേട്ടില്ലേ? ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്ന്. ഏത് എം എം മണിയും ജീവിതത്തിൽ ഈയൊരു നിമിഷത്തിലൂടെ കടന്നു പോകുമല്ലേ? മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ഈ കേസിൽ ഞാൻ പ്രതിയായിരുന്നു. അന്നേരം ഒന്നും തോന്നാത്തത് ഇപ്പം ഇങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ അതൊരുമാതിരി ഉപജാപം തട്ടിപ്പൊന്നുമല്ലാതെ അതിനെപ്പറ്റി എന്നാ പറയാനാ ഞാൻ? ഓക്കെ. അന്നേരം ഒന്നും തോന്നാതെ മന്ത്രിസ്ഥാനത്തിൽ നിന്ന് മാറ്റണമെന്ന് ഇപ്പോൾ തോന്നുന്നത് വി എസിനല്ലേ മണിയാശാനെ? അപ്പോൾ അദ്ദേഹം ഉപജാപക്കാരനാണോ? ഞാൻ എൻ്റെ ഈ കേസിൻ്റെ പേരിലോ അല്ലെ എന്തിൻ്റെയും പേരിൽ മറ്റാരെയും റിപ്പോർട്ടിലാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കാനോ ഞാനില്ല. പ്രത്യേകിച്ചും വി എസിനെ പോലൊരു സമ്മന്നതനായ ഒരാളിനെ ഞാൻ എങ്ങനെ പറയും? ഞാൻ പറയില്ല. അതെൻ്റെ മര്യാദയുടെയും സംഘടനാബോധത്തിൻ്റെയും എല്ലാം അന്തസ്സിൻ്റെയും പ്രശ്നമാണ്. എന്നിട്ടും എങ്ങനെയാണ് പിന്നെ മണിയാശാൻ വി എസിനെതിരെ വിരൽ ചൂണ്ടി എന്ന വാർത്ത വന്നത്? നിങ്ങൾ എൻ്റെ പുറകെ നടന്ന് വാർത്തയൊക്കെ കിട്ടുന്നുണ്ട്, ഞാൻ പരമാവധി നിങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഒടുവിൽ നിങ്ങൾ നമുക്കിട്ട് ആ പഠിക്കുന്ന പണി ചെയ്യരുത്. ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ താമസ സ്ഥലത്ത് വെച്ചാണ് അഭിമുഖം നടത്തിയത്. മനസ്സിലായില്ല, മാന്യമായി സഹകരിച്ചു. പക്ഷേ അതിനകത്തൊരു പദം അന്ന് ആരായിരുന്നോ പാർട്ടിയുടെ സെക്രട്ടറി എന്ന് ചോദിച്ചു. വി എസ് ആയിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഗതികേടിനല്ല, സത്യം അതാ. അപ്പോൾ കയറ്റി പുള്ളി കൊണ്ടുവരുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാ. അന്തസ്സ് വിട്ട് ഞാൻ പ്രതികരിക്കുന്ന പ്രശ്നമില്ലെന്നും പറഞ്ഞതാ. സത്യമല്ല. അത് വളച്ച് കെട്ടി കൊടുത്തു. പത്രങ്ങളിലെല്ലാം ഇന്ന് വാർത്തയാണ്. എന്നോർത്തൊന്നും എനിക്ക് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. മണിയാശാന് പേടിയില്ലെങ്കിലും പൊളിമിക്സിന് പേടിയുണ്ട്. അതിനാൽ ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.